മുതിർന്ന പൗരരുടെ ഈ സംഘടനയ്ക്ക് പ്രിയപ്പെട്ട ഡോക്ടർ ജോസ് പുന്നട അച്ഛനാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അച്ഛൻ വന്നതിന് ശേഷം പറഞ്ഞതുപോലെ കൂടുതൽ ഔദ്യോഗിക നിറമൊന്നും കൊടുക്കാതെ സ്പോണ്ടേനിയസായി സ്വാഭാവികമായി കൂടി വരികയും ആളുകളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അവരുടെ ആശയങ്ങൾ പറയുവാനായിട്ടുള്ളതായ സാഹചര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുകയാണ്, അല്ലെങ്കിൽ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് അച്ഛൻ്റെ രീതി ആണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ശ്രേഷ്ഠമായും വളരെ ധന്യമായും ഈ സംഘടനയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതായ കുംഭകോണം സെന്ററിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതായ പ്രസിഡന്റ് ഡോക്ടർ ജോസ് പുന്നമട അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് കുംഭകോണം ബദയിൽ ഇടവയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും ഇന്ന് നമുക്ക് ഈ കുടിവരവിൽ നമ്മെ ചിരിപ്പിക്കുവാൻ, മറ്റുള്ളവരെ ചിരിപ്പിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്ന അതൊരു അസാധ്യ കഴിവാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ ചിരിപ്പിക്കുവാൻ തക്കവട്ടുള്ളതായി സിദ്ധി ഉള്ള അത് വർദ്ധിപ്പിച്ച് അദ്ദേഹം സൂപ്പർ മെമ്മറൈസർ, ബ്രെയിൻ ഗുരു, ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ ഇങ്ങനെയുള്ള ഒരു ബഹുമതി നേടിയ ആള്, സ്പീഡ് കാർട്ടൂണിസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടും. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒന്ന് ചിരിക്കാൻ തോന്നും അല്ലേ? ആ വിധത്തിൽ ആ ഒരു ചിരിയുടെ പശ്ചാത്തലമൊക്കെ ഒരുക്കിക്കൊണ്ട് ചിരിക്കാൻ മറ്റുള്ളവർക്ക് പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടുള്ള വേഷത്തിൽ തന്നെയാണ്, അല്ലെ? ആ ഒരു വേഷ സംവിധാനമാണ് അദ്ദേഹം. അതെ, അത് ഒരാളെ കാണുമ്പോൾ തന്നെ ചിരിക്കാൻ തോന്നുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളെ ചിരിപ്പിക്കുവാൻ ഞങ്ങൾ അധികമൊന്നും ചിരിക്കുന്നവരല്ല, എന്നാൽ ഞങ്ങളെ ചിരിപ്പിക്കുവാനായിട്ട് ഇന്ന് വന്നിട്ടുള്ളതായ ഡോക്ടർ ജിതേഷ് ജിയെ വളരെ സന്തോഷത്തോടുകൂടെ ഈ സമ്മേളനത്തിലേക്ക്, ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അദ്ദേഹത്തെ വികാരിയായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജോൺസൺ സാമുവൽ അച്ഛൻ നമ്മളോടുകൂടി എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛന്മാരെ ഇരുവരെയും റോണി അച്ഛൻ, ഇമാനുവേൽ ഇടവക വികാരി റോണി അച്ഛനും വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ നമ്മളോടുകൂടെ ചേരുമെന്നുള്ളതിന് ആരും സംശയമില്ല. പ്രിയപ്പെട്ട അച്ഛൻവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സാറിന്റെ നേതൃത്വവും പങ്കാളിത്തവും മറ്റു വിധത്തിലുള്ളതായ എല്ലാ സപ്പോർട്ടും അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം വലിയ വലിയ പരിപാടികളാണ്. നമ്മുടെ ഒരു മീറ്റിംഗിൽ വരാനായിട്ടൊരു കാരണം ഞങ്ങൾ ഇങ്ങനെ ചെന്ന് വിളിച്ചു. അദ്ദേഹം ദീർഘവർഷമായിട്ട് എൻ്റെ സ്നേഹിതനാണ്. കേരള കാർട്ടൂൺ അക്കാദമിയിൽ അദ്ദേഹം വൈസ് പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ നിർവാഹക സമിതിയിൽ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മുതൽ 2000 മുതൽ ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലാണ് വന്നത്. അഡ്വക്കേറ്റ് ഡോക്ടർ ജിതേഷ് ജി, അദ്ദേഹം ഒരു എക്കോ ഫ്രണ്ട്ലി മാനാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ ചുറ്റുവട്ടത്തിലെല്ലാം തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ആശ്രമം പോലെ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. സൂപ്പർ മെമ്മറൈസറാണ്, ഭാരമായ ഓർമ്മയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു ആൻറ്റി പണ്ടത്തെ കാര്യം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഓർമ്മയൊക്കെ എങ്ങനെ നിൽക്കാനായിട്ട്. പല കാര്യങ്ങളും നമ്മൾ എല്ലാത്തിനും ഒരു ടേക്ക് ഇറ്റ് ഈസി രീതിയിൽ എടുക്കുക. ടേക്ക് ഇറ്റ് ഈസി, സീരിയസ്നെസ് വേണം. ഓക്കെ, എങ്കിലും ഈ നിമിഷവും കടന്നു പോകും. ഏത് ടെൻഷൻ വന്നാലും നമ്മൾ ഇത്രയും വിചാരിക്കാം. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഈ നിമിഷവും കടന്നു പോകും. മാനസിക സംഘർഷം ഉണ്ടാകുമ്പോഴല്ലേ മാനസിക ഉല്ലാസം വേണം. കാര്യം ഞാൻ ഡോസ് എന്ന് പറയും. ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മയക്കുമരുന്നിന്റെ ഡോസ് അല്ല, ഡോപാമിൻ തുടങ്ങുകയാണോ? അല്ലല്ല, ഒറ്റ കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് മാറണം. എന്നാണെന്നറിയോ, അൽഷിമേഴ്സ് ദിനവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഈ വായന എങ്ങനെ വേണം, ആ വായന കൊണ്ട് ഓർമ്മ നിലനിർത്താൻ പറ്റുമോ? അത് വായന കൊണ്ട് ഓർമ്മ നിലനിർത്താൻ പറ്റും. അതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതേ ഇവിടെ ഇരിക്കുന്ന ഈ അച്ഛൻ്റെ പേര് ജോൺസൺ സാമുവൽ. ലോകത്ത് ആദ്യമായി ഡിക്ഷണറി ഉണ്ടാക്കിയ ഒരു വലിയ സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ പേര് തിരിച്ചിട്ടാവും. എന്തോ പേര്? സാമുവൽ ജോൺസൺ. ശരിയല്ലേ? സാമുവൽ ജോൺസൺ പേര് ഇവിടെ പറയുന്നത് പഠിച്ചതാണ്. നല്ലത് ഇരുന്നോട്ടെ, ബാക്കി കൺട്രോൾ ചെയ്തോളൂ. ഓക്കെ, തുടങ്ങിക്കോ. ഇൻട്രൊഡക്ഷൻ നമ്മളെല്ലാവരും ഡിക്ഷണറി നോക്കാറുണ്ട്. അത് തുടക്കത്തിൽ ഇംഗ്ലീഷ് ഡിക്ഷണറിക്ക് ഒരു രൂപം കൊടുത്ത ഒരു മഹാമനുഷ്യനാണ് ഡോക്ടർ സാമുവൽ ജോൺസൺ. അതുപോലെ റോണി ചെറിയാച്ചൻ, ജോൺസൺ സാമുവൽ അച്ഛൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞു. എബ്രഹാം ഉമ്മൻ അച്ഛനുണ്ട്. DJ സാമുവൽ അച്ഛനാണ് സ്വാഗതം പറഞ്ഞത്. ജോസ് പുന്നോട അച്ഛൻ. അതുപോലെ എന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ PS ജോസഫ്
അദ്ദേഹം ഇതിൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം ജോസഫ് സാർ വന്നു, ഒരു ജോസ് സാർ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവര് പല ആളുകളെയും അച്ഛൻ്റെ വൈഫോടുണ്ട്, വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് പരിചയമുള്ള ആളുകളാണ്. അതെ, പുഷ്പ എന്നാണ് പേര്. ഇംഗ്ലണ്ടിലായിരുന്നു ഇവർ. ഇംഗ്ലണ്ടിലായിരുന്ന സമയത്തും എപ്പോഴും എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമായിരുന്നു. ലോകത്ത് ഏറ്റവും പ്രയാസമുള്ള കാര്യം എന്താ പറയുക? ലോകത്ത് മനുഷ്യന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ചിരിക്കുക. കാക്ക ചിരിച്ചെന്നോ കോഴി ചിരിച്ചെന്നോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല, ഉണ്ടോ? അപ്പൊ ബുദ്ധിയുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത്? ചിരിക്കുക. ചിരിക്കാൻ എന്തെങ്കിലും നിമ്മിഷ്ടമുള്ളവരെ നമ്മൾ എന്ത് പറഞ്ഞു? എന്തോ ബുദ്ധിക്ക് തകരാറുണ്ട്, ശരിയല്ലേ? ബുദ്ധിക്ക് എന്തോ കുറവുള്ളതുകൊണ്ടാണ്, 10 പൈസയുടെ കുറവുള്ളതുകൊണ്ടാണ് ചിരിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ ഓർമ്മയെക്കുറിച്ചും ഒപ്പം ചിരിയും സന്തോഷവും ഓർമ്മയ്ക്ക് എത്രയും പ്രാധാന്യമുണ്ട് എന്നൊക്കെയുള്ളതിനെ കുറിച്ചാണ് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടേക്ക് എന്നെ ക്ഷണിച്ച പുനമട അച്ഛൻ എല്ലാവിധമായ സ്നേഹവും നൽകുന്നു. അച്ഛൻ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുമ്പോൾ വലിയ വിഷയമാകാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 10-25 വർഷം മുമ്പ് കേരള കാർട്ടൂൺ അക്കാദമി രൂപീകരിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ ജോസ് പുനമട അച്ഛനെ കൂടി ആ അക്കാദമിയിൽ എടുക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അച്ഛൻ നിഷ്കളങ്കമായി ആ സ്വീകരണ യോഗത്തിൽ പ്രസംഗിച്ചെങ്ങനെയാണെന്നറിയോ? ഇതുവരെ ഈ കാർട്ടൂൺ അക്കാദമിക്ക് ഒരു അച്ഛനില്ലായിരുന്നു, ഇപ്പോൾ ഒരു അച്ഛനെ കിട്ടിയിരിക്കുന്നു. അപ്പൊ എല്ലാവരും പറയും തന്തയ്ക്ക് വിളിക്കാമോ അച്ഛായിരുന്നു. അച്ഛൻ നിഷ്കളങ്കമായി പറഞ്ഞതാണ്. പക്ഷെ എല്ലാവരും വിചാരിച്ചു അച്ഛൻ തന്തയ്ക്ക് വിളിക്കുന്ന പോലെ പറഞ്ഞതാണ്. കാര്യം തന്തയില്ലാത്ത സംഘടനയായിരുന്നു ഇത്, ഇപ്പൊ ഒരു തന്തയായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെയായി അച്ഛന്റെ പറച്ചിൽ. പക്ഷെ അച്ഛനെ പിന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അച്ഛന്റെ വരകളും അച്ഛന്റെ സ്നേഹോപദേശവും ഒക്കെ ആ സംഘടന വളരെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ എവിടെ നിന്ന് തുടങ്ങാം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാനിപ്പോ ആരുടെയും ഒരു പിന്നെ വിവാഹ തീയതി ചോദിക്കാം. വിവാഹ തീയതി ഓർമ്മയുണ്ടോ? ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ദുരന്തങ്ങൾ ആരും ഓർക്കാറില്ല. ഫെബ്രുവരി 6. ആഹാ, ഫെബ്രുവരി 6 ഫെബ്രുവരി 6 എന്ന് പറഞ്ഞാൽ ശ്രീശാന്ത് എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് താരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഈ പറയുന്നതിലെ ഗൂഗിളുണ്ട്. മാതാപിതാ ഗുരു ദൈവം എന്നായിരുന്നു പണ്ട് കേട്ടോ. ഇപ്പൊ മാതാപിതാ